നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എവിടെയാ ക്യാഷ് അടയ്ക്കണ്ടേ? ഈ ഫ്ലോറിന്റെ ലാസ്റ്റാ. താഴെ വാ അമ്മേ, ഞാനും കൂടി വരാം. നിക്ക് നീ. ആദ്യം ഇവരോട് ഈ പത്രത്തിൽ ഒന്ന് ഒപ്പിടാൻ പറ. പ്രതാപൻ ഒരു കോൺഫറൻസിലാ. ആരായാലും കോൺഫറൻസ് കഴിഞ്ഞ് പ്രതാപനെ കണ്ടാ മതി. അംബിക മാഡം പ്ലീസ്. കൊണ്ട നായ്ക്കൾക്കൊക്കെ ഇഷ്ടത്തിന് കേറി ഇറങ്ങാനുള്ളതല്ല എന്റെ അമ്മാവന്റെ വീട്. എന്താണ് നീ പറഞ്ഞ? രാജു വേണ്ട വീട്. ദിവ്യേ ഇവിടെ വാ. എന്താ മാഡം? ഈ വീട്ടിന്ന് മാസാമാസം പണം എണ്ണി വാങ്ങുന്നുണ്ടെങ്കിൽ അതിനുള്ള ജോലി മാത്രം ചെയ്യുക. അല്ലാതെ നിന്റെ കോളനിയിലെ ദുഷിപ്പെല്ലാം കൂടി ഇവിടെ കൊണ്ടുവന്ന് തട്ടാന്ന് കരുതിയാ ഈ അംബിക അതിന് സമ്മതിക്കില്ല. ജോലിക്കാരാണെങ്കി ആ സ്ഥാനത്ത് കിട്ടുന്ന ശമ്പളം ഒന്നും നിങ്ങൾക്ക് പോരാഞ്ഞും അവസരം കിട്ടിയ പട്ടിണിയും പരിവട്ടവും പറഞ്ഞ് എന്റെ അനിയന്റെ സിമ്പതി നേടി പണം തട്ടാമെന്ന ചിന്തയാ നിന്റെയൊക്കെ മനസ്സിലെന്ന് എനിക്കറിയാം. ആ ബുദ്ധി ഇവിടെ ചെലവാവില്ല. അതെങ്ങനെയാ? കുറച്ചെങ്കിലും നാണവും മാനവും ഉള്ളവരാണെങ്കിലല്ലേ പറഞ്ഞാലെങ്കിലും മനസ്സിലാവൂ. ഇതിലും നല്ലതേ റോഡിലിരുന്ന് പിച്ചി എടുക്കുന്നതാ. നോക്കി നിൽക്കാതെ എന്റെ മുന്നിൽ നിന്ന് പോടി. എന്തിനാ ചേച്ചി രാജുവിന്റെ മുന്നിൽ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത്? പാവം എന്തിനാന്ന് വന്നെന്ന് പോലും ചോദിക്കാതെ. വല്ല കുടുംബത്തിൽ നിന്നും വന്ന യാമിനി എന്റെയും എന്റെ അനിയന്റെ കാര്യത്തിനും ഇടപെടണ്ട എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. പക്ഷേ ഞാനത് പറയില്ല. കാരണം ആരോട് എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്കറിയാം. മനസ്സിലായോ? ആരോട് എങ്ങനെ സംസാരിക്കണമെന്ന് എന്നെ ആരും പഠിപ്പിക്കണ്ട. രാജു നിക്ക്. രാജു മാഡം എനിക്ക് അത്യാവശ്യമായിട്ട് ആശുപത്രിയിൽ എത്തണം. എവിടേക്കെങ്കിലും പോകാനാണെങ്കിൽ മാഡം കാറിൽ പൊയ്ക്കോ, ഡ്രൈവറേയും കൂട്ടി. മാഡം രാജു ബൈക്ക് എടുക്ക. ഞാനും ആശുപത്രിയിലേക്കാ. ആശുപത്രിയിലേക്കോ? എന്തിന്? ഐഷുവിന്റെ ഓപ്പറേഷനുള്ള ക്യാഷ് അടയ്ക്കണ്ടേ? ക്യാഷോ? അതെ, എന്നോട് ശ്രീ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞിരുന്നു. കുറച്ച് ക്യാഷും ഗോൾഡും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മാഡം ബില്ലടയ്ക്കാൻ ഇത് മതിയായിരിക്കും. അതൊന്നും വേണ്ട രതിക മാഡം, ഞാൻ എന്തേലും വഴി നോക്കിക്കോളാം. ഇത്രയും പെട്ടെന്ന് വലിയൊരു എമൗണ്ട് രാജു എവിടെ നിന്ന് അറേഞ്ച് ചെയ്യും? രാജു ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടാ മതി. ബൈക്ക് എടുക്ക് രാജു. മാഡം വണ്ടി എടുക്ക്. ചേച്ചി കരയാതെ. അല്ല നിങ്ങളെന്താ ഇങ്ങനെ? ഇതുവരെ ആരും ബില്ല് പേ ചെയ്തില്ലല്ലോ. ഇത്രേ ഉള്ളോ നിങ്ങളുടെ ഉത്തരവാദിത്തം? ആ കുഞ്ഞിനെ നിങ്ങൾക്ക് ജീവനോടെ വേണ്ടേ? എന്റെ അനിയൻ ഇപ്പം കാശുമായിട്ട് വരും, ഉറപ്പാ. അവൻ വരുന്നതിന് മുമ്പ് ഡോക്ടർ വിചാരിച്ച ഓപ്പറേഷൻ നടത്താൻ സാധിക്കില്ലേ? ഞാൻ ഡോക്ടറുടെ കാല് പിടിക്കാം. എന്താ ഇത്? ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ഈ ആശുപത്രിയിലെ സ്റ്റാഫ് മാത്രം. അനിയനെ വിളിച്ച് വേഗം വരാൻ പറയേ. സമയം ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ഡോക്ടർ രമ്യ, സമയം വൈകി. രാജു ഇതുവരെ പണമായിട്ട് വന്നില്ല. എന്റെ പ്രതീക്ഷ എല്ലാം പോയി.
എന്റെ കുഞ്ഞിനെ എനിക്ക് ഇനി ജീവനോടെ കാണാൻ പറ്റില്ലേ? ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? 10 ലക്ഷം രൂപയായിട്ട് എന്റെ അമ്മ ഇപ്പൊ ഇവിടെ എത്തും. ആണോ മോളെ? അതെ രാധമ്മ. ദേ പ്രിയജി, നമ്മുടെ ഐശുവിനൊന്നും സംഭവിക്കില്ല. ഞാനില്ലേ നിങ്ങളുടെ കൂടെ? ആ. രമ്യ, നീ ദൈവം രമ്യ. പ്രായത്തില് നീ എന്നെ കളയളയതാ. എന്നാലും നിന്റെ കാല് പിടി. അയ്യോ ചേച്ചി, ഞാനും നിങ്ങളുടെ കുടുംബത്തിലൊരാളല്ലേ. നമ്മുടെ കുടുംബത്തിലൊരു ഇഷ്യൂ ഉണ്ടാവുമ്പോ ഞാൻ ഇടപെട്ടു, അത്രേ ഉള്ളൂ. കരയല്ലേ? രമ്യേ, എവിടെയാ ക്യാഷ് അടയ്ക്കണ്ടേ? ആ, ഈ ഫ്ലോറിന്റെ ലാസ്റ്റാ. താഴെ വാ അമ്മേ, ഞാനും കൂടി വരാം. നിക്ക് നീ. ആദ്യം ഇവരോട് ഈ പത്രത്തിൽ ഒന്ന് ഒപ്പിടാൻ പറ. ഒപ്പോ? ദാ നീ പോയി ബില്ലടയ്ക്ക്. ചെല്ല്. രാധമേ, ഇതെന്റെ ഒരു രീതിയാ. ഇനി എന്റെ അച്ഛനും അമ്മയും എന്നോട് കാശ് ചോദിച്ചാൽ പോലും ഞാൻ തെളിവിന് മുദ്രപത്രത്തിൽ ഒപ്പിടിപ്പിക്കും. സമയത്തിനും പണം കൃത്യമായി എത്തിച്ച നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പിന്നെയാണ് ഒരു ഒപ്പ്. അതിങ്ങതാ. അതെ, എനിക്ക് എപ്പോഴാണ് പറ്റില്ല. അതിന് നിന്റെ ഒപ്പം ആരെ ചോദിച്ചേ? എന്നാ ഞാൻ നാളെ കാണും. ചായ കുടിച്ചിട്ടിരിക്കാം. സിസ്റ്റർ, ഓപ്പറേഷൻ തിയേറ്റർ എവിടെയല്ല? അവിടെ. ഞാൻ ചോദിച്ചപ്പോ ബില്ല് ആരോ അടച്ചു, ഓപ്പറേഷൻ തുടങ്ങിയെന്ന് പറഞ്ഞു. ആരാ ശ്രീ ബില്ലടച്ചത്? രമ്യയുടെ അമ്മ കൃത്യസമയത്ത് കാശുമായിട്ട് വന്നു. ഓപ്പറേഷൻ കഴിഞ്ഞു. ഐശ്വര്യ സേഫാ. ഇനി ടെൻഷനൊന്നും വേണ്ട. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.